അതോടൊപ്പം അതിനുശേഷം ജയസൂര്യയ്ക്കൊപ്പം വേദികളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ പരാതിക്കാരിയായ നടി വിശദീകരിക്കുന്നത്. അനുമതിയില്ലാതെ ദേഹത്ത് തൊട്ടത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അപ്പോൾ തന്നെ മാധ്യമങ്ങൾ പറഞ്ഞതാണ് എന്നും നടി ഇപ്പോൾ വിശദീകരിക്കുകയാണ്. പ്രതികരണമാണ് നമ്മൾ കണ്ടത്. റിനു ശ്രീധർ നമുക്കൊപ്പം ഉണ്ട്. റിനു ശ്രീധർ, ഇപ്പോൾ ജയസൂര്യക്കെതിരായ കേസിൽ ഈ തിരുവനന്തപുരത്തെ നടിയുടെ കേസിൽ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ? അവരിപ്പോൾ പേരടക്കം വെളിപ്പെടുത്തുകയാണ്. 2013 തൊടുപുഴ, പിഗ്മാൻ തുടങ്ങി സിനിമയുടെയും സെറ്റിന്റെയും വിശദാംശങ്ങളടക്കം അവർ തുറന്നു പറയുന്നതാണ് നമ്മൾ കേട്ടത്. 2013 തൊടുപുഴയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായത്. നമുക്കറിയാം, നേരത്തെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ആദ്യഘട്ടത്തിൽ ജയസൂര്യക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. കൊച്ചി സ്വദേശിയായിട്ടുള്ളൊരു സിനിമ നടിയാണ്. അതായത് ഈ സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ആ സ്ത്രീയെ കടന്നുപിടിച്ചു എന്നുള്ളതായിരുന്നു പരാതി. അത് 2008 ആ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ പോലീസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ഇന്നലെ കരമന പോലീസ് ഒരു FIR ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നത്. 2013 തൊടുപുഴ, ഇടുക്കി തൊടുപുഴയിൽ വെച്ച ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഇത്തരം ഒരു ദുരനുഭവം തനിക്കുണ്ടായി എന്നുള്ളതാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നടി വ്യക്തമാക്കിയത്. ആദ്യഘട്ടത്തിൽ ഇവർ പരാതിയൊന്നും നൽകിയിരുന്നില്ല, പരാതിക്ക് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം ഉൾപ്പെടെ ഇവരുമായി സംസാരിച്ചു. ഇന്നലെ 3 മണിയോടുകൂടി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. തുടർന്നാണ് കരമന പോലീസിൽ ഇത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇനി ഈ കേസിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം, അല്പസമയത്തിനകം തന്നെ ആ നടി പരസ്യമായി തന്നെ ഈ നടന്റെ പേരുൾപ്പെടെ പറഞ്ഞ് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹമാണോ ആ നടൻ എന്ന് ചോദിച്ചപ്പോൾ താൻ അത് അല്ല എന്നുള്ള ഒരു വ്യക്തത വരുത്തിയെങ്കിലും തുടർന്നിപ്പോൾ പരസ്യമായി തന്നെ രംഗത്ത് വന്ന നടന്റെ പേര് പരാമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനു മുന്നോടിയായി തന്നെ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ കേസിന്റെ ഘട്ടം എന്ന് പറയുന്നത്, ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് കേസ് 354A A1 അതുപോലെ തന്നെ 354D വകുപ്പുകൾ ചുമത്തി കരമന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി തുടർന്നുള്ള നീക്കം എന്ന് പറയുന്നത്, ഈ കേസ് തൊടുപുഴയിലേക്ക് കൈമാറും, തൊടുപുഴ സ്റ്റേഷനിലേക്ക് കൈമാറുകയും ഒപ്പം ഇടുക്കി SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം, ഇപ്പോൾ വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ കേസ് നടക്കുന്നതെങ്കിലും ഈ കേസ് ഇനി തൊടുപുഴ SP-യുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനായി അവിടേക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്യും. പ്ലേസ് ഓഫ് ഒക്കറൻസ് തൊടുപുഴ ആയതുകൊണ്ടാണ് അത്തരമൊരു ഇടപെടലിലേക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീങ്ങുന്നത്. എന്തായാലും ആദ്യഘട്ടം അതാണ്. തുടർന്ന് ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏകദേശം ഇന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരുടെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അപേക്ഷ നൽകും, CJM കോടതിയിൽ അപേക്ഷ നൽകും എന്നുള്ളതാണ്. അത് തിരുവനന്തപുരം CJM കോടതിയിലായിരിക്കും അപേക്ഷ നൽകുക എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നത് ഉണ്ട്. പ്ലേസ് ഓഫ് ഒക്കറൻസ് തൊടുപുഴയിലായതുകൊണ്ട് അവിടുത്തെ ഇടുക്കി കോടതിയിലും നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രഹസ്യമൊഴി ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്തും. രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും തുടർന്നുള്ള നടപടികളിലേക്ക് പോകുക. എന്തായാലും ജയസൂര്യക്കെതിരെ നിലവിൽ ഇപ്പോൾ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 2 കേസുകളും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണവുമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്നാമത്തെ കേസ് നമുക്കറിയാം കണ്ടോൺമെന്റ് സ്റ്റേഷനിലും, രണ്ടാമത്തത് തിരുവനന്തപുരത്തെ കരമന സ്റ്റേഷനിലും. അതിനി തൊടുപുഴയിലേക്ക് മാറുകയും ചെയ്യും. സുജയ, നമുക്കൊപ്പം ചേർന്നത് റിനു ശ്രീധറാണ്. ഇപ്പോൾ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടു. അവരുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ആണ് ജയസൂര്യ, ഇതാണ് ഈ പടത്തിലെ ഹീറോ. ഇതാണ് രമ്യ നമ്പീശൻ എന്നാണ്. രമ്യ നമ്പീശിനെ പരിചയപ്പെടുത്തുന്നു. ജയസൂര്യ ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ എങ്ങോട്ടോ പോയി, ഞാൻ കണ്ടില്ല. അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി, അപ്പോൾ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത്, ഓഫീസ് സ്റ്റാഫായിട്ടാണ്, അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിക്കോളൂ, ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ ഒരു ഓഫീസാണ്, അപ്പം ചെയറിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന്, എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടിയും ഇതൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു, മേക്കപ്പും ചെയ്തു. അപ്പം നമ്മൾ എപ്പോഴും ഷോട്ടിന് കയറുന്നതിന് മുമ്പേ ചിലപ്പോൾ കുറേ ടൈം ക്യാമറയുടെ ബിഹൈൻഡ് ഇരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ. അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയി സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുക. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നില്ല, ആരാണെന്ന് കാണുന്നില്ല. അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ്. അപ്പോൾ ഞാൻ കൂടെ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു, പല ഇൻ്റർവ്യൂവിലും കൊടുത്തു. അതാണ് തുടക്കം. റിപ്പോർട്ടറിൽ അതിഥിയായി വന്നപ്പോൾ ഈ വിഷയമുണ്ടായ വേളയിൽ തന്നെ പരാതിക്കാരി ഈ സിനിമയിലേക്ക്, ഈ സെറ്റിലേക്ക്, ഒപ്പം ഈ വ്യക്തിയിലേക്ക് നയിക്കുന്ന സൂചനകൾ കൃത്യമായി തന്നെ നൽകിയിരുന്നു. ആ അഭിമുഖത്തിന് ശേഷമാണ് പിന്നീട് അവർ ആ പേര് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളിൽ നിന്ന് പിന്നോക്കം പോയത്. എന്നാൽ ഇന്നിപ്പോൾ അവർ കൃത്യമായി ആ പേര് വെളിപ്പെടുത്തുകയാണ്.